എല്ലാ കൂട്ടുകാർക്കും ഹാൻഡ് ക്രാഫ്റ്റ്സ് മലയാളത്തിൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഇതുപോലെ അടിപൊളി ഒരു വാൾ ഡെക്കറേഷൻ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ന്യൂസ് പേപ്പറും പിന്നെ കിച്ചൺ ടിഷ്യൂ ഒക്കെ നമ്മൾ മേടിക്കില്ലേ, അതിൻ്റെ ഉള്ളിലൊരു റോള് കാണും, ആ റോളുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിറിയൽ ബോക്സസോ അല്ലെങ്കിൽ ബിസ്ക്കറ്റൊക്കെ മേടിക്കുമ്പം അത് ചെറിയൊരു ബോക്സിൽ പേപ്പർ ബോക്സിൽ കിട്ടുമല്ലോ, ആ ബോക്സ് വെച്ചിട്ടാണെങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. പിന്നെ ഈ കിച്ചൺ ടിഷ്യൂവിൻ്റെ ഉള്ളിലുള്ള റോളാവുമ്പോൾ നമ്മൾ അതിൽ നിന്നും പെറ്റൽ വെട്ടിയെടുക്കുമ്പോൾ അതിനൊരു കുറച്ചൊരു വളവുണ്ടാവും. അത് നമ്മുടെ ഫ്ലവറിന് കൂടുതൽ ഭംഗി ഉണ്ടാക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഇതേപോലെ നിങ്ങൾ പെറ്റൽസൊക്കെ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം റെഡ് അക്രിലിക് പെയിൻറ് ഉപയോഗിച്ച് ഞാനിത് കളർ ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒരു മാർക്കർ വെച്ച് ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്, കുറച്ചും കൂടി ഒരു ഭംഗിയുള്ള പൂവാകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു സർക്കുലർ പേപ്പർ എടുത്തിട്ട് ഈ പെറ്റൽസ് മുഴുവൻ നമ്മൾ അതിൻ്റെ ചുറ്റിലും ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഗൺ കയ്യിലുണ്ടെങ്കിൽ ആ ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുക. അപ്പോൾ കുറച്ചുകൂടെ പെട്ടെന്ന് ഇത് ഒട്ടിക്കിട്ടും, സ്റ്റിക്കായിട്ട് കിട്ടും. ഇതേപോലെ എല്ലാ പെറ്റലും നമ്മൾ ചുറ്റിലും ഒട്ടിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ നടുഭാഗത്ത് നമ്മളൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്തിട്ട്, ഗ്ലിറ്റർ ഫോം ഷീറ്റാണിത്, ഇതിൽ നിന്നും നമ്മളൊരു സർക്കുലർ ഷേപ്പിൽ മുറിച്ചെടുക്കുക. അതിനുശേഷം നമ്മളത് ഇതിൻ്റെ ഈ പൂവിൻ്റെ സെൻറ്റർ ഭാഗത്ത് സ്റ്റിക്ക് ചെയ്യുക. ഇതേപോലെ നമുക്ക് ഇഷ്ടമുള്ള അത്രയും ഒരു 3-4 ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തെടുക്കുക. ഈ പെറ്റൽ തന്നെ വെച്ചിട്ട് നമുക്ക് ലീവ്സും ചെയ്യാം. ഗ്രീൻ കളർ A4 സൈസ് പേപ്പർ എടുക്കുക. അത് നമ്മൾ ഹാഫായി ഫോൾഡ് ചെയ്ത് നടുക്കൂടെ കട്ട് ചെയ്യുക. അതിനുശേഷം ഇതേപോലെ നമ്മൾ റോൾ ചെയ്യുക, പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കുക. ഇതിൽ വേണം നമ്മൾ ഇനി ആ ഫ്ലവർ അറ്റാച്ച് ചെയ്യാൻ. ഇതുപോലെ എത്ര ഫ്ലവേഴ്സ് ഉണ്ടോ അത്രയും നമ്മൾ ഇതേപോലെ ഗ്രീൻ കളർ പേപ്പർ ട്യൂബ്സ് ഉണ്ടാക്കി എടുക്കണം. അതിനുശേഷം ഇതേപോലെ നമ്മൾ പ്രസ് ചെയ്ത് ഒരു മാർക്കറിൻ്റെ ചുറ്റിനും ഒന്ന് റോൾ ചെയ്തെടുക്കുക. നമുക്കിത് വളച്ച് നമുക്ക് ഇഷ്ടമുള്ള ഒരു രീതിയിലൊക്കെ നമുക്കിതിന് ഷേപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, ഇങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ ഒന്ന് വളച്ചൊക്കെ എടുക്കണം. ഇനി അതിൻ്റെ അറ്റം നമ്മൾ ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അവിടെയാണ് നമ്മൾ ഈ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാൻ പോകുന്നത്. എത്ര എണ്ണമാണോ നമുക്ക് വേണ്ടത് അത്രയും നമ്മൾ ഇതേപോലെ ഉണ്ടാക്കിയെടുക്കുക. ഇതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ന്യൂസ് പേപ്പർ എടുക്കുക. ന്യൂസ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ പേപ്പർ ട്യൂബ്സ് ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുക. കുറച്ച് ലോങ് ആയിട്ടുള്ള ട്യൂബ്സാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. നമുക്ക് ആ ഫ്രെയിം ഉണ്ടാക്കാനുള്ള പേപ്പർ ട്യൂബ്സാണിത്. അപ്പോൾ 2 സൈഡിൽ വെക്കാനുള്ള 6 പേപ്പർ ട്യൂബ്സും വലുത് വേണം. പിന്നെ മുകളിലും താഴെയും ചെറിയ പേപ്പർ ട്യൂബ്സ് മതി. അപ്പോൾ അത് 6 എണ്ണം വേണം. അങ്ങനെ നമ്മൾ ഈ പേപ്പർ ട്യൂബ്സ് എല്ലാം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം 3 എണ്ണം വീതം നമ്മൾ ഇതേപോലെ സ്റ്റിക്ക് ചെയ്തിട്ട് അത് കളർ ചെയ്തെടുക്കും. ബ്ലാക്ക് അക്രിലിക് കളറാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഇതേപോലെ 3 എണ്ണം ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ബ്ലാക്ക് കളർ ഇതിൻ്റെ പുറത്ത് അടിച്ചു കൊടുക്കുക. ബ്ലാക്ക് കളർ അടിച്ചതിന് ശേഷം എന്തെങ്കിലും വാർണിഷ് എന്തെങ്കിലും അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ഗ്ലേസ്ഡ് ആയിട്ട് കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് ഇത് അറേഞ്ച് ചെയ്യുന്നത്. ഗ്ലൂ ഗൺ ഉപയോഗിച്ച് സ്റ്റിക്ക് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇതേപോലെ സ്റ്റിക്ക് ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും നല്ല ഗ്ലൂ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡിയായി. ഇനി ഈ ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഫ്ലവേഴ്സും ലീവ്സും സ്റ്റെമ്മും ഒക്കെ നമ്മൾ അറേഞ്ച് ചെയ്യാം. ഇതേപോലെ സ്റ്റെം വെക്കുക. ഇനി അതിൻ്റെ അവിടെ നമ്മൾ ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും ഞാനിങ്ങനെ രണ്ടെണ്ണം ഇതേപോലെ ഫേസ് ചെയ്യത്തക്ക രീതിയിലും ഒരെണ്ണം ആ മിഡിൽ ഭാഗത്ത് വരത്തക്ക രീതിയിലും ഒക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ 4 ഫ്ലവേഴ്സാണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിന് ഒരു 3 ലീവ്സും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഫ്ലവേഴ്സ് ഇതിനകത്ത് ആഡ് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഓരോ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. കണ്ടില്ലേ, ഇപ്പോൾ നമ്മുടെ വാൾ ഡെക്കറേഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര എളുപ്പത്തിലാണ് നമ്മളിത് ചെയ്തെടുത്തത് അല്ലേ? ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഇനി നമുക്ക് കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ബൈ.